അവിടെ ഞാൻ ഈ പറഞ്ഞത് നമ്മളൊരു 100 കൊല്ലം മുമ്പത്തെയോ 150 കൊല്ലത്തെയോ നമ്മുടെ മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞ എൻ്റെ ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരൻ ചിന്തിച്ച ചിന്തയും കൊണ്ട് ഇന്നും പുറത്തെ തുടർന്നിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ ആ 100 കൊല്ലം മുമ്പത്തെ മരങ്ങാട്ടുള്ളിക്കാരന്റെ ചിന്തയും അതിൽ വാശി പിടിക്കുകയും അതിന് വിരുദ്ധമായി പറയുന്നവരെല്ലാം പ്രശ്നക്കാരനാണെന്ന് പ്രഖ്യാപിക്കുകയും അവരെല്ലാം നിഷേധിയായിട്ട് കാണുകയും, എന്നാൽ ഈ മാറ്റത്തിന്റെ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാട്സപ്പിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യണം. എന്നാ പക്ഷേ അതിന്റെ ഒരു പ്രധാന കാരണം എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ ഉപേക്ഷിച്ചാൽ വീട്ടിൽ ഭാര്യയോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറേണ്ടി വരും. കാരണം അവര് കുറച്ചുകൂടെ തുല്യത കൊടുക്കേണ്ടി വരും. സമൂഹത്തിൽ താഴെ നിൽക്കുന്നവരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറേണ്ടി വരും. അല്ല, ഇതിനകത്തെ കാര്യം അതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി അത് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എനിക്കോ താങ്കൾക്കോ ചിലപ്പം ഭാര്യയോട് പണ്ട് പെരുമാറുന്ന പോലെ തുടർന്ന് പെരുമാറാൻ പറ്റിയേക്കാം. നമ്മുടെ മക്കൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്കൊക്കെ പെണ്ണ് കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതാണ് പ്രശ്നം. അതന്നെയാണ് ഈ പറഞ്ഞത്. അപ്പൊ അവിടെ കല്യാണത്തിന് മുമ്പ് വ്യവസ്ഥകൾ ഉണ്ടാവും. ഇനി മനസ്സിലായില്ലേ?